ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ചെറിയ ചാള പീര വറ്റിച്ചത്. ഇത് ഏത് മീൻ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം, നെത്തോലി വെച്ചും ഉണ്ടാക്കാം. അതിനു വേണ്ടി കുറച്ച് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറിയല്ല, പകുതി തേങ്ങയുടെ പകുതി. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 5 അല്ലി ചുവന്നുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഓരോന്നായിട്ട് എല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കണം. ആദ്യം പച്ചമുളക്, പിന്നെ ചുവന്നുള്ളി, കറിവേപ്പില, തേങ്ങ എല്ലാം ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഈ പരുവത്തിലാണ് ഞാൻ തേങ്ങ അരച്ചുകൊണ്ട് ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ. ഉള്ളിയും മുളകും എല്ലാം നല്ല ചതഞ്ഞ് വന്നിട്ടുണ്ട്. പൾസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇത് തേങ്ങ ചതച്ചത് ഇടുന്നതിന് മുമ്പ് ഈ അടുപ്പ് കത്തിക്കാതെ തന്നെ മീൻ ഇട്ട് കൊടുക്കാം ചട്ടിയിൽ. അതിന് ശേഷം അരച്ച മസാല ഇട്ട് കൊടുക്കാം. ഞാൻ കറിച്ചട്ടിയിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് കറിച്ചട്ടി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലോ വേറെ ഏതെങ്കിലും ചീനച്ചട്ടിയിലോ വെക്കാവുന്നതാണ്. വെച്ച് കുറച്ച് ഉലുവാപ്പൊടിയും എടുത്തു വെച്ച കുടംപുളി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കുറച്ച് വെള്ളത്തിലാണ് ഇട്ടത്. ഇത് വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് ഞാൻ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണിത്. ചോറ് തിന്നാൻ ഇത് മാത്രം മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് അരക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇത് കൈ വെച്ച് നല്ലപോലെ ഇളക്കി, കൈ വെച്ചോ സ്പൂൺ വെച്ചോ നല്ലപോലെ ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി ഒരേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കണം. ഇതിൽ ഇപ്പോഴേ ആ കുറക്കാപ്പുളി ഇട്ടതിൻ്റെ വെള്ളമുണ്ട്. ഇനി ഒട്ടും വെള്ളം ചേർക്കണം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇട്ട് കൊടുക്കണം. അല്ലാതെ പച്ചവെള്ളം ഒട്ടും ചേർക്കരുത്. ഞാൻ അടുപ്പ് കത്തിച്ച് ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. രണ്ട് 3 മിനിറ്റ് വേവിച്ചെടുക്കാം. 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് നേരവും കൂടി അടച്ച് വെച്ച് വേവിക്കാം. തീ വളരെ കുറച്ച് വെച്ചാണ് ഞാൻ വേവിക്കുന്നത്. അതുകൊണ്ട് അടി പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുക. ചട്ടി തുറന്ന് നോക്കി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കി കൊടുക്കരുത്. സ്വാഭാവികമായിട്ട് പൊടിഞ്ഞു പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് വേവിക്കാം. ഇനിയിപ്പോൾ വെള്ളം വറ്റണ വരെയും കുറച്ച് നേരം വേവിക്കണം. അതിൻ്റെ തുള്ളി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല മണമായിരിക്കും. മീൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് നേരം വെള്ളം വറ്റിച്ചെടുക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇനി പാചകം ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അധികം വെള്ളം ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ മീനിൽ നിന്ന് കൂടുതൽ വെള്ളം വരികയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി കുറച്ച് നേരം വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കറി ആയതുകൊണ്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് വരവും പുളിയും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി 2 മിനിറ്റും കൂടി ഇങ്ങനെ വേവാൻ ഇട്ടേക്കാം. ഉപ്പും എരിവും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. കുറവ് ആരെങ്കിലും തോന്നിയാൽ കുറച്ചിട്ട് ഈ സമയത്ത് ഇച്ചിരി ഇട്ട് കൊടുക്കാം.
ഒരു കാര്യം കൂടി ഇതിൽ ചെയ്യാനുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കണം. അടുപ്പ് ഓഫ് ചെയ്തേക്കണം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ചട്ടിയിലിരുന്ന് നല്ലപോലെ ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടി ഇച്ചിരി നേരം കുറച്ച് നേരം അടച്ച് വെക്കുക. ഇത് ചോറിൻ്റെ കൂടെ തിന്നാൻ പറ്റിയ നല്ല കോമ്പിനേഷനാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.